മാഷ് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വന്ന് വൈദ്യവാതിൽ അന്വേഷിച്ചു. 6 വൈദ്യനാഥ ആളുടെ ഗ്രാമത്തിൽ പോയി അദ്ദേഹത്തെ കണ്ടെത്തി. ഞാനവിടെ സംഗീതം പഠിക്കാൻ ചേർന്നു. 3.5 കൊല്ലത്തോളം അവിടെ കുറേ കൃതികളൊക്കെ പഠിച്ചു. ഈ ത്യാഗരാജസ്വാമിയുടെ കൃതികൾ ഇത്ര കണ്ട് അറിയുന്ന ഒരാൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പമില്ല. വൈദ്യവാതിൽ ത്യാഗരാജസ്വാമിയുടെ കൃതികൾ എന്തുമാത്രം കൃതികൾ അദ്ദേഹത്തിന് അറിയാം. ഇത് പലർക്കും അത് പറഞ്ഞാൽ പോലും അറിയില്ല, കേട്ടിട്ടില്ല എന്ന് പറയുള്ളൂ. അത്രയും മിടുമിടുക്കാനായൊരു വിദ്വാനാണ് അദ്ദേഹം. അപ്പം അങ്ങനെ കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ പറ്റി. അതും വേറെ മാഷ പ്രേരണയാണ്. അപ്പോൾ അവിടെയുള്ള സമയത്താണ് നമ്മുടെ ക്ഷേമാവതിയുടെ ഒരു കലാമന്ദിരമുണ്ട് തൃശ്ശൂർ. അവിടെ എന്നെ കൊണ്ടൊരു ഹാർമോണിസ്റ്റിന് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കലാകാരന്മാർ പറഞ്ഞ് നടക്കുമ്പോൾ തൃശ്ശൂർ ജയൻ മാഷ് എന്ന് പറഞ്ഞിട്ട് തബല വായിക്കുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹം ക്ഷേമേ ഞാൻ ഒരാളെ നല്ലത് തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടാക്കുക. അവിടെ കൊണ്ടാക്കി ഹാർമോണിയം വായിക്കുന്നു, പാടുന്നു, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാലം 10-14 കൊല്ലം അവിടെ നിന്നു. ആ സമയത്ത് ഒരു വരി പാട്ടുണ്ടെങ്കിൽ അർജുന മാഷ വരിക. അർജുന മാഷ കൂടെ ശിഷ്യനായ കുമരൻ രാജപ്പനുണ്ട്. ഇന്ന് 2 പേരും ഇല്ല. അങ്ങനെ വന്ന് ഈ പാട്ടുകൾ ഉണ്ടാക്കുന്നതിന് മാഷ് വരും. 3-4 ദിവസം എനിക്കും ചിട്ട ചെയ്യും, എന്നെ പഠിപ്പിക്കും. എന്നിട്ട് മാഷ് പോവും. മാഷ് നാടകത്തിൻ്റെ അന്നപൂർത്തി വർക്കുകൾ തിരക്കുള്ള സമയത്ത് മാഷ് വന്ന് ഈ പാട്ടുണ്ടാക്കുമ്പോൾ വരികൾ നോക്കി മാഷ് ഹാർമോണിയം വെച്ചിട്ട് ഇരിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കും. ഞാൻ നോക്കി കാണും, മനസ്സിലാക്കും. അങ്ങനെ ആ ശിഷ്യത്വം സ്വീകരിച്ചു. അങ്ങനെയുള്ള സമയത്ത് അർജുന മാഷക്കാണെങ്കിൽ നാടകങ്ങളുടേതായിട്ടുള്ള സീസൺ ഭയങ്കര തിരക്ക്. അദ്ദേഹം ഇവിടെ ബാല ഉണ്ടാക്കുക, 1-2 ബാല ഉണ്ടാക്കുക. 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ, 3 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. അതൊക്കെ പാട്ടുകളാണ്. ഇതൊക്കെ എന്നെ പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ റിഹേഴ്സലിന് പാടി അത് സീൻ ബൈ സീനായിട്ട് പാടി കലാകാരും ആൾക്കാരും കൂടി കളിച്ച് ആ കഥ അവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് മാഷായിട്ടുള്ള ബന്ധം ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്തമായി ബന്ധമായി. ആളുണ്ടാക്കുന്ന പാട്ടുകളും ആൾ കമ്പോസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി ഹാർമോണിയത്തിൽ വായിച്ച് ആളെ കേൾപ്പിച്ച് അങ്ങനെ ശീലിച്ച് കുറേ കൊല്ലം. എന്നിട്ട് മാഷില്ലാത്ത സമയത്തും കുറേ കാലമായിട്ട് ഇവിടെ കുറേ ആൾക്കാർ ആഹാരം കഴിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആൾ പറഞ്ഞു, ഡോക്ടർ ഇമ്മിട്ടി ലോനപ്പൻ, ഇതൊന്നുമില്ല, ഇവിടെ അർജുനൊക്കെ നല്ല തിരക്കാണ്, നീ ആ പെട്ടിയെടുത്ത് വടക്കേ മണിക്ക് വെച്ചേ, വിദ്യാരനോട് പറഞ്ഞിട്ട് ആ സീൻ എടുത്ത് കൊടുത്ത് ഈ ആൾക്കാർ ഊഴിച്ച് ഇവിടെ വെറുതെ താമസിച്ചിട്ട് കാര്യമില്ല, അവൻ ഒരു 3-4 സീനാ ചെയ്യട്ടെ, ഞാൻ പറയണം അർജുനോട് എന്ന് മാഷ് പറഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറയാം, നീ അതെടുത്ത് ഒന്നും ഉണ്ടാക്കിയ എന്താ ഡോക്ടർ അങ്ങനെ ഞാൻ പറയണം അർജുനൊന്നും പറയില്ല എന്ന് പറഞ്ഞ് മൂപ്പര് എന്നെ ഇങ്ങോട്ട് ശകാരിച്ച് ഹാർഡ് വെച്ചിട്ട് ഈ പെട്ടിയുടെ മുകളിൽ ഈ സ്ക്രിപ്റ്റ് വെച്ചു. അത് ഞാനിങ്ങനെ 6-7 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ റിഹേഴ്സലിൻ്റെ അവിടെ ഇല്ലാണ്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് 4 ദിവസമായിട്ട് ഇവർ വരുന്നില്ല, ആശാനെ ശിക്ഷണം. അങ്ങനെ ഇതുണ്ടാക്കി. പിന്നീട് ആൾ വരുന്ന സമയത്ത് ഒരു 6-7 സീൻ അവൻ ഉണ്ടാക്കിയിട്ട് ഇട്ടാ അർജുന എന്ന് ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചപ്പോൾ മാഷും രാജേട്ടനും ഒരു അക്ഷരം ഇടില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ബാക്കി ചെയ്തത് അത് ജീവിതത്തിൽ മറക്കാത്തൊരു നിമിഷമാണ്. അർജുന മാഷ പേരിൽ 6-7 സീൻ ഞാൻ ചെയ്യുക. സംഗീതം എം കെ അർജുനാണ്. ഇതിൽ ഈ പാട്ടുകൾ എൻ്റേതായിട്ട് മാറി നിൽക്കുന്നത് ഞാൻ ചെയ്തതാണ്, ഒന്നും ചെയ്യാനില്ല. ആ ഒരു ബന്ധം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ബന്ധമാണ്. അപ്പോൾ എൻ്റെ ഗുരുവായിട്ട് കാണപ്പെട്ട ആളായിട്ട് അർജുന മാഷായിട്ട് പിന്നെ ഇങ്ങോട്ട് തുടർന്നു. മാഷ പാട്ടുകൾ പലതും ഞാൻ ഉണ്ടാക്കിയിട്ട് മാഷ് പല്ലവി ഉണ്ടാക്കി എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് മകൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ഞാൻ പാടി മാഷ പാട്ട് ഞാൻ പാടി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരിക എന്നുള്ളത് നമ്മളെക്കുറിച്ചുള്ള ധാരണ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടല്ലേ. അതൊക്കെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വളരെ തീരാത്ത ദുഃഖമുണ്ട്. അങ്ങൊരു നമ്മളോടൊപ്പം ഇല്ല. എന്തായാലും അർജുന മാഷ നമുക്ക് ഈ സംഗീത ശാഖയിൽ നിന്ന് ഗുരുക്കന്മാരിൽ ലിസ്റ്റിൽ കളയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നമ്മുടെ ഗുരുതാവ് തന്നെ, ഒരു സംശയമില്ല. ദേവരായ മാഷ്, കെ രാഘവൻ, എം എസ് വിശ്വനാഥൻ, ദക്ഷാമുറുസ്വാമി, അർജുന മാഷ്, ബാബുക്ക, ഇവരൊക്കെ നമുക്ക് ജീവിതത്തിൽ മാറ്റിക്കളയാൻ പറ്റാത്ത ആൾക്കാരാണ്. ഒരിക്കലും അവരെ പേര് മാറ്റിക്കളയാനോ അവരുടെ പാട്ട് കേൾക്കാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം വന്ന ആൾ ഞാനാണ്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. 1984 വിദ്യാധരൻ മാസ്റ്റർ ആദ്യമായി ഒരു ചലച്ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്യുന്നത്. അക്കാലത്ത് ശ്രദ്ധേയനായിരുന്ന നാടകകൃത്തും തിരക്കഥാകൃത്തുമായിരുന്ന ശ്രീമൂലനഗരം വിജയൻ സംവിധാനം ചെയ്ത എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ എഴുതിയ അന്നും ഇന്നും
മലയാളികളുടെ മനസ്സിൽ നിറസൗന്ദര്യമായി നിൽക്കുന്ന കൽപ്പാന്ത കാലത്തോളം എന്ന ഗാനത്തിന് സംഗീതം പകർന്നത് വിദ്യാധരൻ മാസ്റ്ററായിരുന്നു. ഇതിലൂടെ വിദ്യാധരൻ മാസ്റ്റർ എന്ന ചലച്ചിത്ര സംഗീത സംവിധായകന്റെ തുടക്കം തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തോടെയായിരുന്നു. കല്യാണരൂപനാവും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. അവരൊക്കെ നേരിട്ട് കണ്ട് അവരുടെ കൂടെ ഓരോരോ കാര്യങ്ങളും കേട്ടും കണ്ടും പരിചയിച്ച എനിക്ക് ഒരു സിനിമയുടെ വർക്ക് വന്നപ്പോൾ അർജുന മാഷോട് ചോദിച്ച് ഒരു ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് മാഷിങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഈ മലയാള ഭാഷയ്ക്ക് തമിഴോ വേറെ ഇതര ഭാഷകളൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ എനിക്കങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഭാഷാപരമായിട്ടുള്ള അറിവുള്ള ആളാണെങ്കിൽ ബെസ്റ്റായി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിച്ചു. മാഷിങ്ങനെ ആലോചിച്ചിരിക്കുക, നമ്മുടെ ജോൺസൺ ആയാലോ മാഷെ എന്ന് ഞാൻ ചോദിച്ചു. ആ ജോൺസൺ മതി മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോൺസനെ വിളിച്ചിട്ട് ആദ്യമായിട്ട് ഈ ഒരു സിനിമയുടെ കൽപ്പാന്തകാലത്തോളം മുതലുള്ള 4 പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അവൻ്റെ മുറിയിൽ പോയിരുന്നു പാട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നു, ഇത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ഒരു ബന്ധമുണ്ടല്ലോ, തീർത്താൽ തീരാത്തൊരു ബന്ധമാണ്. അങ്ങനെയാണ് ജോൺസനായിട്ടുള്ള ബന്ധം വന്നത്. അതിന് മുമ്പ് ഇവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കറിയാം. സിനിമയായിട്ട് ബന്ധപ്പെട്ട് മദ്രാസിലുള്ള സമയത്ത് രമേഷ കൂടിയുള്ള ആൾ എന്നുള്ള എനിക്ക് അങ്ങനെ കഴിവിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അസാമാന്യ ടാലൻ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടും ദേവരാമേഷ ശിക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം നിന്നിട്ട് ഒരു പാട്ട് പോലും ദേവരാമേഷ സ്റ്റൈലോ ദേവരാമേഷേതായിട്ടുള്ള ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവം ഒരു കഷ്ടം ഇല്ല, വരില്ല. അത് വേറൊരു സ്കൂളാണ്. അതൊക്കെ ഭയങ്കര മിടുമിടുക്കനായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെയാണ് എനിക്ക് എൻ്റെ പാട്ടിനെ ആദ്യമായിട്ട് ചെയ്യാൻ ജോൺസൺ വന്നതും. ജോൺസൺ ടി വിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ അവൻ ഓർക്കസ്ട്ര ചെയ്തിട്ടുള്ള ആദ്യത്തെ പാട്ടാന്ന് പറയുന്നതും ജോൺസൺ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് അവരൊക്കെയായിട്ട് ബന്ധം. ഈ ഗുരുക്കന്മാരൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം. അതിൽ ഏറ്റവും വലിയ നിലവാരത്തിൽ എന്നും ഒരേപോലെ മാനിക്കുന്നത് ദേവരാമേഷ് തന്നെ, ഒരു സംശയമില്ല. മറ്റൊരാരും മോശമായിട്ടല്ല, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതി വേറെ നിൽക്കുന്നു. അതിൽ ഈ സാഹിത്യവും സംഗീതവും ഒരുപോലെ 50-50 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാൾ ദേവരാമേഷ് തന്നെയാണ്. മറ്റുള്ളവർക്ക് ഈ സമത്വം പറയാൻ പറ്റില്ല. ഒരു 10-45 സാഹിത്യമാണെങ്കിൽ 25 സംഗീതം, 15 സാഹിത്യം 60 സംഗീതം, അല്ലെങ്കിൽ 75 സാഹിത്യം 30 സംഗീതം എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 50-50 അല്ലെങ്കിൽ 100-100 എന്ന് പറയാം. അത് ദേവരാമേഷ് തന്നെയാണ്, സംശയമില്ല. അതങ്ങനെ ഒരുപാടുണ്ട്. ദക്ഷമസ്വാമി കർണാടക സംഗീതത്തിൻ്റെ അതിഗായകനായിട്ടുള്ള ഒരു വാഗ്യകാരന്മാരുടെ ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമേശ ശാസ്ത്രി, പുരുദ്രദാസ്, സ്വാതിരുന്നാൾ എന്നൊക്കെ പറയണില്ലേ, അതേപോലെ പറയാവുന്ന ഒരാളാണ് ദക്ഷമസ്വാമി. സ്വാമി സംഗീത സംവിധാനം എന്ന് പറയാൻ പാടില്ല, വളരെ കുറയും. പക്ഷേ സിനിമ പാട്ടിൻ്റെ രീതി വരുമ്പോൾ സിനിമ പാട്ടുകൾക്ക് ഇത്ര അധികം രാഗങ്ങൾ യൂസ് ചെയ്തിട്ട് സ്വാമിയേക്കാൾ കൂടുതൽ രാഗങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ദേവരാമേഷ. സ്വാമി കർണാടക സംഗീതത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കിയ ആൾ, ഒരിക്കലും മോശമല്ല. അതിനേക്കാൾ കൂടുതൽ കർണാടക സംഗീതത്തിൻ്റെ രാഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ദേവരാമേഷ. മനസ്സിലായോ? അപ്പോൾ ആരാ മോശം? ഒരാൾ മോശമല്ല. പക്ഷേ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളും ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നത് അപാരമാണ് ദേവരാമേഷ്. അതാണ് എൻ്റെ മനസ്സിൽ എന്നും നിൽക്കുന്നത്. എനിക്ക് ഈ എഴുത്തുകാരെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മഹാഭാഗ്യം, വയലാർ എന്ന് പറയുന്ന മഹാനായ നമ്മുടെ എഴുത്തുകാരൻ, കവി, അദ്ദേഹത്തിൻ്റെ പാട്ട് ദേവരാമേഷ് സംഗീതം ചെയ്തിട്ട് അതിൽ കോറസ് പാടാൻ വിളിച്ച് 2 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ട് അവരായിട്ട് ഒന്നിച്ചിരിക്കാൻ പറ്റിയ ഒരു അനുഭവം മനസ്സിൽ പോലും ഒരിക്കലും മനസ്സിൽ പോകാത്തൊരു സംഭവം. അങ്ങനെയാണ് ഞാൻ രംഗത്തേക്ക് വരുന്നത്. ഈ സംഗീത മേഖലയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് വരട്ടെ. അത് വയലാറിൻ്റെ പാട്ട് പാടി മെഹബൂബിനോടൊപ്പം പാട്ട് പാടിയിട്ടാണ് ദേവരാമേഷ് ഉണ്ടാക്കിയ പാട്ട് പാടി ഞാൻ രംഗത്തേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത്. അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അനുഭവമാണ് എന്നെ അത് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് വേറെ ആൾ പറയുന്നതല്ല, അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് വെച്ചുകൊണ്ടാണ് നമ്മൾ അളക്കുക. ഈ അനുഭവം ഒരാളോട് പറയാൻ പാടില്ല എന്നുള്ളത് കണ്ടുപിടുത്തം എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ പരിഹസിക്കും, അത് നെഗറ്റീവായിട്ട് പറയും, ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല, അങ്ങനെയൊക്കെ വരും സുഹൃത്തുക്കളൊക്കെ.
അപ്പോൾ നമ്മളാവുന്നത് നമ്മുടെ അനുഭവം നമ്മുടെ കൂടെ നിർത്തുക, ഇത് നമ്മൾ അനുഭവിച്ച് ജീവിക്കുക. ഇതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് തോന്നിയിട്ടുള്ളത് ചില അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയാം. ലാ 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 ലാ. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ. ONV സാറിൻ്റെ അതിമനോഹരമായ ഈ ഗാനം അതിൻ്റെ ഭാവത്തനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാന്ദ്ര സംഗീതം നൽകി ദാസേട്ടൻ്റെ ഗന്ധർവനാദത്തിൽ വിദ്യാധരൻ മാഷ് നമുക്ക് സമ്മാനിച്ചു. ഭാസ്കരൻ മാഷ്, ONV ഇങ്ങനെയുള്ള എല്ലാവരായിട്ടും പാട്ടിനാക്കാൻ പറ്റിയിട്ടുണ്ട്. കൈതപ്പുറം, ഗിരീഷ് പുത്തഞ്ചേരി, പൂവച്ചൽ ഖാദർ, ഇങ്ങനെയുള്ള എല്ലാവരായിട്ടും ഞാൻ കൂടിയിട്ടുണ്ട്. അവരൊക്കെ പാട്ടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ സിനിമ പാട്ടിനേക്കാൾ കൂടുതൽ പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യൂസഫ് അലി കച്ചേരി എല്ലാവരായിട്ടും പാട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. എല്ലാ എഴുത്തുകാരും കുറേശ്ശെ എഴുതുന്ന ആൾക്കാരായാലും വലിയ നിലവാരത്തിലുള്ള ആൾക്കാരായിട്ടും നമുക്ക് ചേരാൻ പറ്റിയിട്ടുണ്ട്. അത് ഭാസ്കര മാഷായിട്ടുള്ള ചില പാട്ടുകൾ ജീവിതത്തിൽ മറക്കില്ല. സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അതേമാതിരി രമേശ് നായർ, ഇവരൊക്കെ എത്ര പാട്ടുകളാണെന്ന് പറയാം. നമ്മളതൊക്കെ സുഖമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെയുള്ള ബന്ധമുണ്ട് ഇന്നും. ഭാസ്കര മാഷായിട്ടുള്ള പാട്ട് അഷ്ടപതി, അതേമാതിരി തന്നെ ഈ സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം, വീടിൻ്റെ പെരുമാറിൽ, മാനവൃത്തത്തിനണിറയിൽ, പണ്ടൊരു കാലത്ത്, വിജനയാമിനിയിൽ, അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ 10-15 പാട്ട് രാഘമാഷ എഴുതിയിട്ടുണ്ട്. ONV സാറിനാണ് ഏറ്റവും കൂടുതൽ. പാദമുദ്ര. മോഹൻലാൽ തൻ്റെ 26-ാം വയസ്സിൽ അഭിനയിച്ച വ്യത്യസ്തങ്ങളായ 2 കഥാപാത്രങ്ങൾ ഈ ചിത്രത്തെ ശ്രദ്ധേയമാക്കി. ഓച്ചിറ പണ്ടാരമായ മാധു പണ്ടാരവും മാധു പണ്ടാരത്തിൻ്റെ മകനായ സോപ്പ് കുട്ടപ്പനും. ഓച്ചിറ ഭക്തനായ മാധു പണ്ടാരത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ടായിരുന്നു. പണ്ടാരം പരമഭക്തനാണ്, ഒപ്പം ശിങ്കാരലോലനും വിഷയാസക്തനും. ഈ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള കഥാപാത്രത്തെ അത്രയേറെ തനിമയോടെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. പ്രശസ്ത ചിത്രകാരനായ R. സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ പാട്ടുകൾ എഴുതിയത് കുടപ്പനക്കുന്ന് ഹരിയാണ്. മോഹൻലാലിൻ്റെ അഭിനയ മികവ് കൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധേയമായ ഈ ഗാനരംഗം അത്രയും തനിമയാകാൻ കാരണം അതിന് അനുയോജ്യമായ ആ ഗാനത്തിൻ്റെ സംഗീതവും താളക്രമവുമാണ്. ഭജനയ്ക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ മാത്രം കൊണ്ട് വിദ്യാധരൻ മാസ്റ്റർ മികവുറ്റതാക്കിയ ഈ പാട്ട് യേശുദാസിൻ്റെ ആലാപന വൈശിഷ്ട്യം കൊണ്ടും മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നായി മാറി. ഞാൻ ഈ പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴേ ഏത് സിനിമയ്ക്കാണ് ഏതിനാണെങ്കിൽ ഞാൻ ആ കഥ കേൾക്കും. ആ കഥയിൽ പാട്ടുകൾ വരുന്നതിൻ്റെ സിറ്റുവേഷൻ കൃത്യമായിട്ട് എവിടെയാണ് പാട്ട് വരുന്നത്, പാട്ടിൻ്റെ ഉദ്ദേശം എന്ത്, ആ പ്ലേസ്മെൻ്റ് എവിടെയാണ്, എന്താണ് ആ പാട്ട് വരാനുള്ളൊരു സാഹചര്യം, ഇതൊക്കെ ഞാൻ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട്. അപ്പോൾ ആ മൂഡ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പാദമുദ്രയ്ക്കൊക്കെ ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. ഒരു ഭജന വേണം. അപ്പോൾ ഭജനയെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല എന്ന് അതിന് ഡയറക്ടർക്ക് തോന്നി കാണണം. അപ്പോൾ അടൂരിൽ നിന്ന് കുറേ ആൾക്കാർ ഭജന പാടുന്നതായിട്ട് ഒരു കാസറ്റിൽ എനിക്ക് പിടിച്ചുകൊണ്ട് പോകും. ചപ്പളക്കട്ട, ജാളറ, തബല, മൃദംഗമൊക്കെ, ഗഞ്ചറൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ശ്രുതിയിലാണ് ഇങ്ങനെ പാടി ഇങ്ങനെ കോറസൊക്കെ ആയിട്ട് പാടുന്നത്. അത് കേൾക്കാൻ കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങി വെച്ചെങ്കിലും ഞാൻ ഓൺ ചെയ്തപ്പോൾ തന്നെ എനിക്കത് താല്പര്യം കുറഞ്ഞു. ശ്രുതിയിലൊന്നല്ല, ഒരു ശരിയല്ലായക ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നിർത്തി വെച്ചു. പക്ഷേ ഈ ഭജന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഭജന എന്നുള്ള വിശേഷം നമുക്ക് അറിയില്ലാന്നോ, അല്ലെങ്കിൽ അതിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം കൊണ്ടതാണ്. പക്ഷേ ഞാൻ ഈ ഭജന എൻ്റെ വീട്ടിൽ വാവിൻ്റെ ദിവസവും ഏകാദശി ദിവസമൊക്കെ, ഷഷ്ടി ഏകാദശി ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ 1-2 പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഭജന അച്ഛനായിട്ട് ഞങ്ങൾ മക്കളായിട്ടും കൂടാറുണ്ട്. അപ്പോൾ നാമാവലികളൊക്കെ പറഞ്ഞ് ആ ചിട്ടയിൽ ഭജന പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗണപതി, സരസ്വതി, ഗുരു ഇങ്ങനെയൊക്കെ രീതിയിൽ പോകാറുള്ളതാണ്. എനിക്ക് ആ വിഷയത്തിൽ താല്പര്യമുണ്ട്, ഞാൻ ചെയ്ത് ശീലമുണ്ട് എനിക്ക്. അപ്പോൾ സിനിമാറ്റിക് ഭജന, ഒരു ഭജന വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെക്ക് കുടപ്പനക്കുന്ന് ഹരി എന്ന് പറഞ്ഞ ആളെ എഴുത്ത് ഞങ്ങൾ ചേർന്നു 6-7 ദിവസം ഇരുന്നിട്ടാണ് പാട്ടിന് രൂപം ഉണ്ടാക്കി. ഞാൻ നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ആഹ്ലാദം എന്നെ കാണുമ്പോൾ. ഞങ്ങളുടെ അമ്പലത്തിൻ്റെ വിശേഷം ഇത്ര ഗൗരവമായിട്ട് ലോകം മുഴുവൻ അറിഞ്ഞതും ഈ ഒരു പാട്ട് കൊണ്ടാണെന്ന് അവർ പറയാം.
അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ആ പാട്ടിനെ ജനം സ്വീകരിച്ചിട്ടുണ്ട്. അത് പലതരത്തിലുള്ള ഈണങ്ങളും നോക്കി അവസാനം ഇങ്ങനൊരു രീതിയിലേക്ക് ഞാൻ വന്നപ്പോൾ അതുകൊണ്ട് ഉറപ്പിക്കുകയുണ്ടായി. എന്തിനു പറയുന്നു, ആ പാട്ട് സൂപ്പർ ഹിറ്റായി. ജനങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ഭക്തിഗാനത്തിന് പോയാൽ ഭക്തിഗാനങ്ങളേക്ക് പോയത് പാടണം, അങ്ങനെയായി. അല്ല, അങ്ങനെ ഓരോ പാട്ടുകൾക്ക് അങ്ങനെ ഒരു വിശേഷം എന്താ പറയുക. അങ്ങനെയാണ് കുടപ്പനക്കുത്തുകാരിയായിട്ട് ഈ പാട്ട് ചെയ്തത്. അതിന് ശേഷമാണ് അയ്യപ്പൻ. ആത്മചൈതന്യം പ്രസരിപ്പിക്കുന്ന ഒട്ടേറെ ഭക്തിഗാനങ്ങൾ. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയേറെ ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ മറ്റൊരു സംഗീത സംവിധായകൻ ഇല്ല എന്ന് തന്നെ പറയാം. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഭക്തിഗാനങ്ങൾക്ക് എല്ലാം വിദ്യാധരൻ മാസ്റ്റർക്ക് സംഗീതം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാസേട്ടന് ആ ഭജന ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആൾ പറയാം, ഇത് നന്നായിട്ട് എഴുതിയിട്ട് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം അയ്യപ്പൻ ചെയ്താലോ, അങ്ങനെയാവാന്ന് പറഞ്ഞത്. ഏളക്കൊണ്ട് എഴുതിയാലേ. അപ്പോൾ അതിന് മുമ്പ് 19 പാട്ടുകൾ അവിടെ പല വെറൈറ്റിയും തരംഗിൽ അയാൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കിയില്ല അവർ. അതിനുശേഷം ഈ അയ്യപ്പൻ ചെയ്യുക വോളിയം 7 സൂപ്പർ ഹിറ്റായി, അതും ഗംഭീര ഹിറ്റാണ്. അല്ല, അതിനുശേഷം പിന്നെ നമ്മുടെ തിരുവൈരാണിക്കുളത്തെ പാട്ട്, വേറെ ചില പാട്ടുകൾ ഒക്കെ ആയിട്ട് ഹരിയായിട്ട് കുറേ പാട്ട് ചെയ്തിട്ട് പറയാം. നല്ല എഴുത്തുകാരനാണ്, നന്നായി എഴുതാൻ കഴിയും. ഭാഷയുണ്ട്. ഭാഷ മാത്രമല്ല, ഉപയോഗിക്കുന്ന ക്രമങ്ങളും ആ വേർഡിങ്സിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ട്. മറ്റുള്ളവരുടെ ഉപയോഗത്തിൻ്റെ അതിൽ നിന്ന് അടച്ചെടുത്ത് പറയുന്നതല്ലാതെ വേറൊരു വഴിയിൽ അയാൾ ചിന്തിച്ച് ഉണ്ടാക്കും ആശയപരമായിട്ട്. അങ്ങനെയൊക്കെയുള്ള പാട്ട്, ഒരുപാട് പാട്ടുകൾ. അയ്യപ്പനൊക്കെ ഞാൻ കുറേ പാട്ട് എഴുതിച്ച് പാവും, എന്നിട്ട് അതിൽ സെലക്ട് ചെയ്താൽ പറ്റണം. ഈ പാട്ട് പരിശോധിക്കാന്നുള്ള പാട്ട് ചെറുപ്പം വരെയുള്ള ശീലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ തന്നെയാണ് പാട്ട്. വെറുതെ എല്ലാവരും എഴുതി കൊണ്ടുവന്ന പാട്ടുണ്ടാക്കില്ല. പാട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്ന് അതിൻ്റെ ആശയപരമായിട്ടുള്ള വ്യക്തത, പല്ലവി, അനുപല്ലവി, ചരണം, മാതൃക, വരികളുടെ നീളം, താളത്തിൻ്റെ ഒരു മീറ്റർ ആൻഡ് മേറ്റർ എന്ന് പറയുന്നുണ്ട്. മേറ്റർ ഉണ്ടെങ്കിൽ ചില ആൾക്ക് മീറ്റർ ഉണ്ടാവില്ല, മീറ്റർ ഉണ്ടായാൽ മേറ്റർ ഉണ്ടാവില്ല. അങ്ങനെ പലരും എഴുതിക്കൊണ്ടുവരും. മീറ്റർ എന്ന് പറയുന്നത് താളം, മേറ്റർ എന്ന് പറയുന്നത് ആശയം. ചിലർക്ക് ആശയം ഭയങ്കരവും, ഒരു ഇതിൽ ഒതുങ്ങില്ല, അങ്ങനെയും വരും. അപ്പോൾ ആ രീതിയിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ താളത്തിൻ്റെ വൃത്തങ്ങളൊക്കെ കണക്കാക്കി വെട്ടിക്കുറയ്ക്കേണ്ടത് വെട്ടിക്കുറച്ച് ചിലത് മാറ്റിച്ച് അങ്ങനെയൊക്കെ ഇന്നും ചെയ്യുന്നത്. അത് ചെയ്യാതിരുന്നാൽ പാട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ശീലം അത് നമുക്ക് നന്നായിട്ട് ചെറുപ്പം മുതലുള്ളൊരു സ്വഭാവമാണ്. അത്രായിരം പാട്ടുണ്ടാക്കി ഇതിപ്പോൾ അതിൻ്റെ പണി. സിനിമ അല്ല മെയിൻ. നമുക്കുണ്ടാക്കാൻ വരുന്ന ആൾക്കാർ ഭക്തിഗാനം, ഗ്രാമീണഗാനം, പ്രേമഗാനം, ഓണം, വിഷു ഇങ്ങനെയുള്ള ആണ്ടതികൾക്കൊക്കെ പാട്ടുണ്ടാക്കാനും പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രേമൊക്കെ ഇടാം പലരും വരും. സിനിമാ പാട്ടുകളെക്കുറിച്ചുള്ള കാര്യം അവർക്ക് ആവശ്യം എന്നെ വിളിക്കും, ഇതാൾ ചെയ്താൽ മതി എന്ന് തീരുമാനിച്ച് വിളിക്കുന്നത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അതൊക്കെ ഞാൻ നന്നാക്കി ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിപ്രായം. കാരണം എല്ലാവർക്കും അതറിയാം. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ വിളിച്ച് പാടിക്കുന്നുണ്ട്. എല്ലാ സംഗീത സംവിധായകന്മാരും പാടിക്കുക. കുറേ ആൾക്കാർ പാടി, കുറേ പാട്ടുകൾ ഞാൻ പാടി. ചിലതൊക്കെ ആൾക്കാർ ഞാനാണെന്ന് അറിയാത്ത പാട്ടുകളുണ്ട്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓർക്കാപ്പുറത്തേറ്റ പിന്നെ ഇതൊരു അടി ഇത്, അതൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതൊക്കെ ഈ ഒരാൾ ഇലക്ഷനിൽ തോറ്റാൽ അപ്പോൾ എന്ത് വിധി എന്നുള്ള പാട്ട് വരും. ചെരുപ്പ് കാണാണ്ടാവുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് വരും. അല്ല, അങ്ങനെയൊക്കെയുള്ള രസങ്ങളുണ്ടെന്ന് പറയാം. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓർക്കാപ്പുറത്തേറ്റ പിന്നെ ഇതൊരടി ഇത്, എന്ത് വിധി ഇത് പാടിപ്പോരാ പിന്നെ വേറെ നോക്കുക. അപ്പോൾ അത് പാടി നടക്കുന്നൊരു സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടേ നേരെ മറിച്ച് കണ്ണു നട്ട് കാത്തുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ച പാട്ടാണ്. അതെവിടെ ചെന്നാലും പാടാണ്ട് പോരാനും പറ്റില്ല. പക്ഷേ കൽപ്പാന്തകാലം ഇതും നിർബന്ധമാണ്. ഇപ്പോൾ കെ ജയകുമാറിൻ്റെ പാട്ട് ഗംഭീര പാട്ടല്ലേ. കെ ജയകുമാറിൻ്റെ 2 പാട്ട് ഞാൻ ചെയ്തിട്ടുള്ള അളകനന്ദ തീരം, അവരുടെ സന്ധ്യാനേരം എൻ്റെ പാട്ടല്ലേ ചിത്ര പാടിയിട്ടുള്ളത്. അതേമാതിരി എം ജി ശിവകുമാറിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ആദ്യത്തെ വർക്കാതാ. എം ജി ശിവകുമാറിൻ്റെ 2 പാട്ട്, ചിത്ര ഒരു പാട്ട്, കമ്പൈൻഡായിട്ട് 2 ആൾ ചേർന്ന് പറഞ്ഞാൽ ഓരോ പാട്ട് സോളോ, അങ്ങനെ 3 പേർക്കുണ്ട്. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സ്റ്റേഷൻ ഡയറക്ടറുള്ളപ്പോഴാണ് അത് വരെ ഓർമ്മയില്ല. ഒട്ടേറെ ലളിതഗാനങ്ങൾ ദൂരദർശനും ആകാശവാണിക്കും വേണ്ടി വിദ്യാധരൻ മാസ്റ്റർ ഒരുക്കിയിട്ടുണ്ട്. അളകനന്ദ തീരം അരുണസന്ധ്യാനേരം എന്ന കെ ജയകുമാറിന്റെ വരികൾക്ക് മാഷ് സംഗീതം നൽകി KS ചിത്ര പാടിയ ലളിതഗാനം ഏറെ ശ്രദ്ധേയമാണ്. അവിടെ നാടൻ പാട്ടിൻ്റെ ഒരു മത്സരത്തിൽ ഞങ്ങൾ ജഡ്ജായിട്ടുണ്ട്. ഞാനും കൈതപ്പുറം വിശാനും നമ്മുടെ കവിയില്ലേ നമ്മുടെ പണ്ണട എന്തായാലും മുരളി കട്ടാക്കട
മുരുകൻ കാട്ടാക്കട. ഞങ്ങളവിടെ ജഡ്ജായിട്ടിരുന്നുണ്ട് ദൂരദർശന്. പിന്നെ ഒരുപാട് പ്രാവശ്യങ്ങൾ പഴയ കാലത്തൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് ചെയ്യുന്ന പാട്ട്, ഇറങ്ങിയ സിനിമ ആഗമനമാണെങ്കിലും പാട്ട് ഹിറ്റാക്കി 2 പടം അതിൻ്റെ കെയർ ഓഫിൽ ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. എൻ്റെ ഗ്രാമം എന്ന സിനിമ അത് അവസാനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. ഈ സിനിമ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം മുതൽ കളറായി എല്ലാം. അപ്പോൾ ശ്രീമൂലധാരം വിജയൻ എഴുതി ഞാൻ സംഗീതം ചെയ്ത 4 പാട്ടുകളുള്ള ഒരു പടമാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. അതിലത്തെ ആദ്യത്തെ ഗാനമാണ് കൽപ്പാന്ത കാലത്തോളം. അപ്പോൾ നമുക്കത് തുടങ്ങാം അല്ലേ? കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലുമെന്നെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ല നീ. കണ്ണടച്ചാലുമെന്നെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ല നീ. കന്മത പൂവിടർന്നാൽ കളിവീരുന്നൊരുക്കുന്ന, കന്മത പൂവിടർന്നാൽ കളിവീരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ. കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും.